വേണ്ടത്ര റോളുകൾ കിട്ടിയില്ല. ഞാൻ ചെറിയ റോള് ചെയ്തിട്ടല്ലേ. ചൂണ്ടലാണ് ചൂണ്ടലാണ് നിന്റെ കണ്ണേറ്. നീ എന്റെ വായിൽ ഇതെല്ലാം കേൾക്കാൻ വേണ്ടിട്ടല്ലേ ഇങ്ങനെ ചോദിക്കുന്നത്? പിന്നെ ഇതെല്ലാം വെറും ചള്ളി. ഡിജിറ്റൽ കാര്യങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ഗോ വിത്ത് ദി എക്സ്പെർട്സ്. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പെർട്ട്. നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ രണ്ടതിഥികൾ, രണ്ടുപേർക്ക് സ്വാഗതം. താങ്ക് യു. കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നു? കല്യാണം ആര്? ഞങ്ങളോ? കഴിക്കാതെ സുഖമായിട്ട് ജീവിക്കുന്നു. അതെ. ഭയങ്കര സർപ്രൈസ് ആണ് തന്നത് ഈ സിനിമയ്ക്ക് ഞങ്ങൾക്ക്. ആ പൂജയ്ക്ക് വിളിച്ചത് വെഡിങ് കാർഡൊക്കെ തന്നിട്ടേ. അതെ അതെ അത് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു അല്ലേ? അതെ, വെഡിങ് കാർഡിന്റെ ഇതിലായിരുന്നു പൂജയുടെ ഇൻവിറ്റേഷൻ. അതെ, അത് തന്നെ രസകരമായിരുന്നു. അതെ അതെ. ഇനി എന്തുമാത്രം രസകരമുണ്ടെന്നുള്ള സിനിമ കണ്ടു വേണം നമുക്ക് തീരുമാനിക്കാം. അതെ അല്ലേ? അതെ. എന്തായാലും നല്ലൊരു സിനിമയുടെ ഭാഗം. പൊതുവായുള്ള സ്ക്രിപ്റ്റുകളെല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന സ്ക്രിപ്റ്റുകളായിരിക്കും, അതിലെല്ലാം ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ എന്നാതാൻ കേസ് കൂടുന്ന ശേഷമാണ് നിങ്ങൾ ഈ കഥയുമായിട്ട് മുന്നോട്ട് പോകുന്നത് അല്ലേ? അന്നും നിങ്ങൾ അതിനകത്ത് പ്രണയ ജോഡിയാണ്. ഇതിൽ വന്ന് കല്യാണം കഴിപ്പിച്ച് വിടുന്നുവെന്ന് എനിക്ക് തോന്നുന്നു സിനിമ കണ്ടാലേ അറിയാവൂ. കല്യാണം കഴിക്കുന്നുണ്ടോ ഒന്നും എനിക്കറിയില്ല. സിനിമ കണ്ടാൽ മാത്രമേ നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അതെ. ഈ കഥ കേട്ടപ്പോൾ എന്താണ് രാജേഷിന് തോന്നിയത്? ഇത് നമ്മളിങ്ങനെ ഇങ്ങനൊരു സിനിമ ആലോചനയിലൊന്നും ഉണ്ടായിരുന്നില്ല എന്നാത്താൻ കേസുകൂടിൻ്റെ സമയത്ത്. പിന്നെ മദനോത്സവം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ ഒരു ദിവസം വൈകുന്നേരം ഇരുന്ന് ഇങ്ങനൊരു സിനിമ ചെയ്താലോ എന്നൊക്കെയുള്ള ഒരു ആലോചന ഉണ്ടാകുന്നത്. അപ്പോൾ അതൊരു വൈകായിട്ടുള്ള ചർച്ച മാത്രമായിരുന്നു. ഇങ്ങനെ ഒന്ന് ചെയ്താലോ, ചെയ്യാൻ രസമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് പോയതാണ്. പിന്നത്തെ 2 ആഴ്ച കഴിയുമ്പോഴേക്കും പിന്നെ അജിത്തേട്ടൻ, ഇമ്മാനുവലേട്ടനൊക്കെ വിളിച്ച് ഡേറ്റും പറഞ്ഞ് അഡ്വാൻസ് തന്ന് നമ്മൾ സിനിമ തുടങ്ങുകയാണ് എന്ന് പറഞ്ഞു. ചെറിയൊരു സിനിമ എന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയതാണ്, വലിയൊരു സിനിമയായി മാറി. അത് തീർച്ചയാണ് വലിയ സിനിമ. ഞാൻ ജിത്തിനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും പ്രൊഡ്യൂസറെ. അതെ അതെ. ആളുകളെല്ലാം കൂടിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. ഓരോ ദിവസവും ആളുകളെല്ലാം കൂടുകയെന്ന് എന്നോട് പറഞ്ഞു. അതെ അതെ അതെ. ഞാൻ 2-3 പ്രാവശ്യം കണ്ണൂർ വരായിരുന്നപ്പോൾ ഒക്കെ ആ സമയത്ത് ചിലപ്പോൾ ഷൂട്ടിംഗ് ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ഒരു വലിയൊരു സിനിമയാണ്. വലിയൊരു സിനിമയാണ്. ഈ പ്രഷർ നിങ്ങൾ രണ്ടുപേരാണ്. ഇതെന്ത് വലുതാന്ന് ചോദിക്കുമ്പോൾ സിനിമ കണ്ടിട്ട് ആ ഫ്രെയിം കാണുമ്പോൾ ആ വലിപ്പം മനസ്സിലാവും. അതെ അതെ. ആ രീതിക്കാണ് സിനിമ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇത്തരം ഒരു സബ്ജക്റ്റ് രസകരമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് അല്ലെ? നമുക്കൊരു കാസർഗോഡ് സ്ലാങ്ങൊക്കെ പിടിച്ച് മറ്റ് സിനിമയും നോക്കുമ്പോഴും അങ്ങനെ ഒരു സംഭവമുണ്ട്. രതീഷേട്ടൻ രതീഷേട്ടൻ കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലമാണ് പയ്യന്നൂർ. അപ്പോൾ ഇത് രതീഷേട്ടൻ്റെ ഓൺ സ്ഥലം തന്നെയാണ്. മറ്റേ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എടുത്ത എന്നത്തെ കേസോട് കുറച്ച് കാസർഗോഡ് എടുത്തത്. ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എടുത്ത പയ്യന്നൂർ രതീഷേട്ടൻ്റെ മഹാദേവ ഗ്രാമം എന്ന് പറഞ്ഞ രതീഷേട്ടൻ്റെ സ്ഥലമുണ്ട്. ആ സ്ഥലത്താണ് ഇതിൻ്റെ മൊത്തം പ്രിമൈസസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ നാട്ടുകാരും രതീഷേട്ടൻ അനുഭവിച്ച പഴയ ഭൂതകാലമൊക്കെ ഇതിൻ്റെ പാർട്ടായിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതൊരു സിമ്പിൾ പ്രണയകഥ മാത്രമല്ല, ആ ഗ്രാമം മൊത്തം ഉണ്ട് ഈ സിനിമയിൽ. ഒരു വലിയൊരു സ്ഥലത്ത് ഒരു സ്പേസിൽ നടക്കുന്ന 2 ആൾക്കാരുടെ പ്രേമമാണ്. പ്രണയം പല വിധമാണ് അല്ലേ? പ്രണയം പല വിധത്തിലുണ്ട്. അതെ. നിങ്ങളുടെ പ്രണയം എങ്ങനെയായിരുന്നു? സുരേഷിന്റെയും സുമലതയുടെയും പ്രണയം. സുരേഷിന്റെ ഇങ്ങനെയെന്ന് വെച്ചാൽ ഭയങ്കര സീരിയസ് ആയി അങ്ങനെ വല്ല വരുമോ? അതെ അതെ. സുരേഷിന്റെയും സുമലതയുടെയും പ്രണയം എങ്ങനെയായിരുന്നു? ആത്മാർത്ഥമായിട്ടുള്ള ഇതേപോലെ ഭയങ്കര കെയറിംഗ് ആണ്. ഇതേപോലെ സ്ലോ സ്റ്റഡി മീൻസ് ദ റേസ്. അതുപോലെ ഇതേപോലെ ഇടയ്ക്ക് കയറി അപ്പാർത്ഥമായി പതുക്കെ പറഞ്ഞ പതുക്കെ കയറി പിടിച്ചിട്ട് അല്ലേ? അതെ അതെ അതെ. ഞാൻ പറയാം, ഈ പ്രണയം പല വിധമല്ലോ. നമുക്ക് എല്ലാം പ്രണയിക്കാത്തവരാരും ഉണ്ടാവല്ലോ. ഉണ്ടോ? എത്ര പ്രണയം ഉണ്ടായിരുന്നു? ചുമ്മാ കുറെ ഉണ്ടായിരുന്നു. അല്ല, അങ്ങനെ ഇല്ലാന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കൂലല്ലോ. ഇപ്പൊ സിൻസിയർ ആയിട്ട് ഒന്നുണ്ട്, അത് പറഞ്ഞ പോരെ. ഒന്നുണ്ട്. അതല്ല അതിന് സിൻസിയർ ആയിട്ട് വേറൊന്നുണ്ട്. ജീവിതത്തിലേക്ക് പോയിട്ടില്ല, ഞാൻ സിനിമയിലേക്ക് അയക്കണത്. അല്ല, ഇപ്പൊ പ്രണയം ഉണ്ടോന്നല്ലേ ചോദിച്ചിട്ടില്ല പോലെ. ഇപ്പൊ ചിത്രല്ലേ ഇരിക്കുന്നത് സുമലത. അപ്പൊ സിൻസിയർ ആയിട്ട് ഇപ്പൊ ഒന്നുണ്ട്. ചിത്രയ്ക്ക് വേറെ ഒന്നുണ്ട്. അങ്ങനല്ല, നിങ്ങൾ ഏത് ചോദിച്ചേ? നിങ്ങൾ ശരിക്കും ഏത് ചോദിച്ചേ അത് പറ. രണ്ടിനും പോകുന്നുണ്ടെങ്കിൽ 2 ആൾക്ക് സിൻസിയർ ആയിട്ട് ഒന്നുണ്ട്, പിന്നെ നമ്മ ഒന്നുണ്ട്, അത് പറയാ.
പക്ഷേ എനിക്ക് തോന്നുന്നത് അന്നത്തെ കേസുകളിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു കോംബോ ഉണ്ടല്ലോ, അത് രസകരമായ വർക്കൗട്ട് ചെയ്ത കോംബോയാണ്. അത് കഴിഞ്ഞിട്ട് ഈ രതീഷിന് നിങ്ങൾ തന്നെ വേണമെന്ന് തോന്നാൻ എന്താണെന്ന് പിന്നീട് ചോദിച്ചിട്ടുണ്ടോ? ഇല്ല, ചോദിച്ചിട്ടില്ല അങ്ങനെ. പിന്നെ നമുക്ക് എന്താ, ഞാൻ രതീഷ് ചേട്ടൻ്റെ എല്ലാ പടത്തിലും പിന്നെ വർക്ക് ചെയ്യുന്നുണ്ട്, അഭിനയിക്കുന്നുണ്ട്. അപ്പം മറ്റേ ഓരോ സിനിമയും കഴിയുമ്പോൾ നെക്സ്റ്റ് സിനിമയിൽ ഞാൻ എന്തായിരിക്കും എന്നാണ് ഞാൻ ആലോചിക്കുക. അപ്പോൾ ഇങ്ങനൊരു സിനിമ ആലോചനയിലുണ്ടായിരുന്നില്ല. നമുക്ക് വേറെ കുറേ സിനിമകളുടെ പിന്നെ കഥകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് രതീഷ് ചേട്ടൻ്റെ. അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ വേഷം ഉണ്ടോ എന്നൊക്കെ ഉള്ളത് തപ്പി നടക്കുകയായിരുന്നു ഞാൻ. അതിൻ്റെ ഇടയിലാണ് ഇങ്ങനൊരു വേഷം വന്നത്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രതീഷ് ചേട്ടന് ഞങ്ങളെ വെച്ച് വർക്ക് ചെയ്യാൻ കംഫർട്ടബിൾ ആയിരിക്കും. ഞങ്ങൾ ആ നാട്ടുകാരാണ്, ആ ഭാഷ ഒക്കെ ഉള്ളതുകൊണ്ട് കംഫർട്ടബിൾ ആയിരിക്കും. പിന്നെ രതീഷ് ചേട്ടൻ്റെ കൂടെ ഞങ്ങൾക്കും ഭയങ്കര വർക്ക് ചെയ്യാൻ ഭയങ്കര ആഗ്രഹം. അപ്പോൾ ഇങ്ങനെ കുത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു പടം ഉണ്ടായി. അങ്ങനെ ഒരു പടം ഉണ്ടായി. ഈ സുമലത ചിത്ര കഥാപാത്രത്തിലെ സുമലത എന്നൊരു കഥാപാത്രം കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു വേറിട്ട ഒരു സബ്ജക്റ്റാണ് അല്ലേ? നമ്മൾ പലതും കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. അത്തരം സബ്ജക്റ്റ് വന്നപ്പോൾ എങ്ങനെയാണ് പെട്ടെന്ന് മനസ്സിൽ ഓടി വന്ന ഒരു പ്രണയകാലം ഓർമ്മ വന്നു? ഇല്ല, അങ്ങനെ ഓർമ്മ വന്നിട്ടില്ല. അങ്ങനെ ഓർമ്മ വന്നില്ല. ഇത്ര പ്രോമിസ് ആയിട്ടുള്ള പ്രണയമൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. സത്യം മാത്രമേ ബോധിപ്പിക്കാവുള്ളൂ. ബൈബിൾ എടുത്ത് വെക്കാൻ ഇല്ല, ബൈബിളോ ഇനി മഹാഭാരത ഭഗവത്ഗീത എന്ത് വെച്ചാലല്ലോ എങ്ങനെയായാലും ഇത് തന്നെ സത്യം. പിന്നെ ഈ ക്യാരക്ടർ രതീഷേട്ടൻ്റെ സിനിമ എന്ന് പറയുമ്പോൾ പിന്നെ കണ്ണും പൂട്ടി എല്ലാവരും സ്വപ്നം കാണുന്ന ഏതൊരു സിനിമാക്കാരനും സ്വപ്നം കാണുന്ന ഒരു ഭാഗ്യം തന്നെയാണ് രതീഷേട്ടൻ്റെ സിനിമയിൽ ഒരു ഭാഗമാവുന്നത്. ഇത്തരം ഒരു സിനിമ നായികയായിട്ടാണ്. ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ടുള്ള യാത്ര, ഈ സിനിമ ഇറങ്ങുമ്പോഴുള്ള യാത്ര, സിനിമ പ്രേക്ഷകരാണ് വിധി എഴുതുന്നത്, അതിനുള്ള യാത്ര ഭയപ്പെടുന്നുണ്ടോ? ഈ നേരത്തെ രാജേഷ് ചേട്ടൻ പറഞ്ഞ പോലെ ഇമ്മാനുവൽ സാർ അജിത്തേട്ടനെ വിളിച്ചു പറഞ്ഞിട്ടില്ലേ, അതുപോലെ എന്നെ വിളിക്കുമ്പോൾ ഞാൻ നമ്പർ മാറിയോന്ന് ആദ്യം ചോദിച്ചേ. എന്നെയാണോ വിളിച്ചതെന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ അച്ഛനും അമ്മയെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 2 മിനിറ്റത്തേക്ക് എനിക്ക് ഇങ്ങനെ തലയുറ്റിയ പോലെ ഇത് എന്നെ വിളിച്ചതാന്ന്, നീ എന്നെയാണ് നായിക എന്ന് പറയുമ്പോൾ ചിലവർ പറ്റിക്കാൻ വേണ്ടി വിളിക്കുമല്ലോ, അങ്ങനെ വിചാരിച്ചു. അതിന് മുമ്പ് രതീഷ് ചേട്ടൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു അടുത്ത മൂവിയിൽ ചെറിയൊരു ക്യാരക്ടർ ഉണ്ട്, അപ്പോൾ ഇത്ര മാസം ഒന്ന് ഫ്രീ ആവണമെന്ന് പറയുമ്പോൾ രതീഷ് ചേട്ടൻ അന്നേരം എന്നോട് പറഞ്ഞിട്ട് ഇങ്ങനൊരു മൂവിയാണ്, അതിൽ നായികയാണെന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അത് ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് ഇവർ വിളിച്ചേ, പ്രൊഡ്യൂസേഴ്സ്, അവർ വിളിച്ച് പറയുമ്പോൾ പേടിയുണ്ടായിന്. അപ്പോൾ ഇനി അങ്ങോട്ട് ഇതൊന്നും നന്നാവട്ടെ, ബാക്കിയല്ലേ എന്നിട്ടല്ലേ ഞാൻ പറഞ്ഞു വന്നെന്താ വെച്ചാൽ, പെട്ടെന്ന് എനിക്ക് ഇങ്ങനൊരു ഈ ഒരു സിനിമ എന്നിൻ്റെ സ്വപ്നം കണ്ടിരുന്ന എനിക്ക് പെട്ടെന്ന് അതും ഇത്ര വലിയൊരു അത് വെച്ചാൽ ഡയറക്ടേഴ്സ് അങ്ങനെയല്ല പറഞ്ഞേ, രതീഷ് പൊതുവാളിനെ പോലെയുള്ള ഇത്രയും നല്ലൊരു ഡയറക്ടറിൻ്റെ കൂടെ ഫസ്റ്റ് ഒരു തുടക്കക്കാരി എന്നുള്ള രീതിയിൽ ഫസ്റ്റ് തന്നെ ഈ ഒരു വലിയ ഓപ്പർച്യൂണിറ്റി കിട്ടി. ഇനി അങ്ങോട്ട് എന്നുള്ളത് ഞാൻ വിചാരിക്കാതെ കിട്ടിയൊരു ഭാഗ്യമാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് ആഗ്രഹിക്കലുണ്ട്, ഞാൻ വിചാരിക്കാതെ പോലെ കിട്ടും. ഇനി അങ്ങോട്ട് എങ്ങനെയാ കിട്ടാന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ആഗ്രഹമുണ്ട്. അപ്പുറത്തേക്ക് നമുക്ക് ഇനിയുള്ള ക്യാരക്ടറുകൾ വരുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കേണ്ടതാണ്. നമ്മൾ ചെയ്തു വെച്ച നായിക കഥാപാത്രം ഇത് പ്രേക്ഷകർ ഏറ്റെടുക്കേണ്ട സിനിമയാണ്. ഏറ്റെടുക്കുമ്പോൾ എന്റെയൊക്കെ വിശ്വാസം ഏറ്റെടുക്കുന്നുള്ള ഒരു സിനിമയാണ്. അതിനെത്ര മാത്രവും നമ്മൾ കൂടെ നിൽക്കാനും തീരുമാനിച്ച ഒരു സിനിമയാണ്. രതീഷ് എന്ന് വെച്ചാൽ നമ്മുടെ ആത്മാർത്ഥ ഫ്രണ്ടാണ്. അതുകൊണ്ട് നമ്മൾ ഈ സിനിമയ്ക്ക് തുടക്കം മുതൽ അവസാനം വരെ കൂടെ നിൽക്കുന്ന പ്രൊഡ്യൂസറും എന്റെ ഏറ്റെടുത്ത ഫ്രണ്ടാണ്. അങ്ങനെ നിൽക്കാൻ തന്നെ തീരുമാനിച്ച ഒരു സിനിമ തന്നെയാണ്. ഞാൻ പറഞ്ഞു വന്നത് അത് തന്നെ. ഇനിയുള്ള ആ മുന്നോട്ടുള്ള യാത്രയിൽ നമ്മളൊരു നായികയായിട്ട് അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ ഇനി എടുക്കുന്ന സിനിമകൾ നമുക്കൊരു ഹെവി ആകാം, അല്ലെങ്കിൽ താഴത്തേക്കുള്ളതാകാം. അതെങ്ങനെ സെലക്ട് ചെയ്യും? ഇനി ഒന്നും അറിയാതെ ഇരിക്കുന്ന ഇപ്പം ഞാൻ അറിയില്ല സത്യം പറഞ്ഞാൽ എങ്ങനെയാണത്. ഈ ഷൂട്ടിൻ്റെ ഇടയിലും രാജേഷേട്ടനെ അറിയാമല്ലോ, രാജേഷേട്ടൻ എങ്ങനെയാണ്, ഞാൻ സിനിമാ മേഖലയായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പം എങ്ങനത്തെ ചൂസ് ചെയ്യണം ഇവരെല്ലാം പറഞ്ഞ് ഈ സിനിമ ഇതിലും എനിക്കറിയുന്ന ആൾക്കാർ ഈ ഒരു സിനിമേൻ്റെ ആൾക്കാരാണ്. പിന്നെ അതിന് മുമ്പേ ചെയ്തത്. അപ്പോൾ ഞാൻ അവരോടൊക്കെ ചോദിക്കുക ഇനി വന്ന് എങ്ങനെ സെലക്ട് ചെയ്യണം, അതിനെപ്പറ്റി യാതൊരു അറിവും ഇപ്പം എൻ്റെ മനസ്സിലില്ല. ചെയ്യുന്നത് ഇനി ഇതിലും ഇതുപോലെ ഇല്ല, നല്ല നല്ല ക്യാരക്ടർ ചെയ്യണം തന്നെയാണ് ഉള്ളത്. പക്ഷെ നായിക അങ്ങനെ വേണമെന്നുള്ളൊരു ചിന്താഗതി എനിക്കില്ല. ചെയ്യുന്നത് ഡെപ്തായിട്ടുള്ള നല്ല, അത് മുമ്പേ എനിക്കുണ്ടായിരുന്നു. അത് തുടക്കത്തിൽ എനിക്ക് കിട്ടിയതും അങ്ങനെ തന്നെയാണ്. സുമലത ഇല്ല, അതൊരു വന്നു പോകാനാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ. അത് ശരിയാണ്. അങ്ങനെ കിട്ടിയാലും നമ്മൾ തൃപ്തിയാണ് അല്ലേ? ഈ സുരേഷിന്റെ കയ്യിൽ നിന്ന് എന്തൊക്കെയാണ് പഠിച്ചത് ലൊക്കേഷനിൽ? അങ്ങനെയല്ല, എല്ലാ ഓൾറൗണ്ടറാണ് രാജേഷ് ചേട്ടൻ. അല്ലെങ്കിൽ സുരേഷ് ചേട്ടനോ അല്ലെങ്കിൽ രാജേഷ് ചേട്ടൻ
കഥാപാത്രത്തിന്റെ പേര് വെച്ച് ഞാൻ സംസാരിക്കാം. സുരേഷിന്റെ കയ്യിൽ നിന്ന് എന്താ വെച്ചാൽ ഭയങ്കര കെയറിങ്, ഭയങ്കര സ്നേഹം കിട്ടി, ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം കിട്ടി. അതിൽ കൂടുതൽ എന്ത് വേണം? രാജേഷ് എന്നുള്ള വ്യക്തിക്കുള്ള നെഗറ്റീവ് എന്താണ്? രാജേഷ് എന്നുള്ള വ്യക്തിയുടെ നെഗറ്റീവ് വെച്ചാ എനിക്ക് ആലോചിച്ചിട്ടൊന്നും കിട്ടുന്നില്ല, നീ പറയും. നെഗറ്റീവ് ഞാൻ നെഗറ്റീവ് പറഞ്ഞാൽ നമ്മൾ ഇതിന് പുറത്തിറങ്ങി കാണണം, നീ വെറുതെ. എല്ലാവരും നല്ലതായിട്ട് വലിപ്പ ചെറുപ്പം നോക്കാതെ എല്ലാവരും നല്ലൊരു പെരുമാറി. പിന്നെ ഇതിൽ നെഗറ്റീവ് എനിക്ക് ഇല്ല, അതാ ഞാൻ പറഞ്ഞേ. ശരി, ദേഷ്യം ഏതൊരു പച്ച മനുഷ്യനെയും പോലെ ദേഷ്യപ്പെട്ടെടുത്ത് ദേഷ്യപ്പെട്ടിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഭയങ്കര ചൂടായിട്ടില്ല, എന്നാലും അത്യാവശ്യം ദേഷ്യപ്പെടുന്നുണ്ട്. അതെ, അതും ഭയങ്കരമായി ദേഷ്യപ്പെട്ടെടുത്ത് ആ ഒരു നൈസായിട്ട്, എന്നാലും ചീത്തയല്ല, എന്നാലും ദേഷ്യം അതൊന്ന് മനസ്സിലാവുന്ന രീതിയിലില്ല. എന്നെ പറഞ്ഞിട്ടൊന്നുമില്ല, അങ്ങനെയല്ല. അല്ല, നമുക്ക് മനസ്സിലാവും അത് ആൾക്ക് ദേഷ്യം വന്നു, തെറ്റാണെന്നെടുത്ത് ആവശ്യത്തിന് ഭയങ്കര ഇതാവാതെ ദേഷ്യപ്പെട്ട് ഞാൻ മറ്റേ അല്ല, ഞാൻ തെറ്റ് ചെയ്യും മുമ്പൊന്നും ചെയ്യുന്നില്ലല്ലോ. മാറിയിരുന്നിട്ടില്ലേ? ഈ സിനിമയുടെ പരിസരത്ത് മാത്രല്ലേ നമ്മളെ കാണുന്നില്ലോ. അങ്ങനെ ഈ സിനിമയിലാണ് കൂടുതൽ ദിവസവും അത്രയും ദിവസങ്ങൾ ഉണ്ടായിരുന്നു. ഞങ്ങള് ഫുൾ ടൈം നിങ്ങളുണ്ടല്ലോ, അല്ലാത്ത സീനുകൾ വളരെ കുറവായിരിക്കുമല്ലോ. എല്ലാവരുമായിട്ടും കോമ്പിനേഷൻ ഉണ്ടായിരുന്നു നിങ്ങൾക്ക്? അതെ, എല്ലാവരുമായിട്ടും കോമ്പിനേഷൻ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ മറ്റേ സിനിമയിലാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം 2 ദിവസമോ മറ്റേ ഞങ്ങൾക്ക് അങ്ങനെ കോമ്പിനേഷൻ ഉണ്ടായിരുന്ന സമയങ്ങളുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ അതിൻ്റെ കാസ്റ്റിംഗ് മുതലേ ചിത്രനെ എനിക്കറിയാം, കാസ്റ്റിംഗ് നടത്തുന്ന സമയം മുതൽ. അന്ന് ചിത്രയെ കാസ്റ്റിംഗ് ചെയ്ത്? അതെ അല്ലേ? അന്ന് ആ സിനിമയിൽ കുറെ പേരെ കാസ്റ്റിംഗ് ചെയ്തു. ചാക്കോച്ചനെ കാസ്റ്റിംഗ് ചെയ്തായിരുന്നു? ചാക്കോച്ചനെ ഇല്ല, ആ അവസരം എനിക്ക് കിട്ടിയില്ല. അത് രതീഷേട്ടൻ മുമ്പേ ചെയ്തു. അത് ചാക്കോച്ചൻ പിന്നെ എന്താ, ഞങ്ങൾ പ്രീ ഷൂട്ടൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ അല്ല, നമ്മൾ മൊത്തത്തിലൊരു ആ സിനിമയിലുള്ള എല്ലാവരെയും ബാക്കി എല്ലാവരെയും പിന്നെ നമ്മൾ പുതുമുഖങ്ങളെല്ലാവരെയും കാസ്റ്റ് ചെയ്തതാണ്. ഈ ചിത്ര എങ്ങനെയാണ് കാസ്റ്റിംഗ് ചെയ്യാനുള്ള അന്ന് തോന്നാനുള്ള കാരണം എന്താ? ഇതിപ്പോൾ ഞാനാണ് അതിൽ ഓപ്ഷൻസ് കാണിക്കുന്നതെങ്കിലും അതിൻ്റെ ചോയ്സ് രതീഷേട്ടൻ്റെ. നമ്മൾ ആ രതീഷേട്ടനൊരു ഒരാളെ സെലക്ട് ചെയ്യാൻ പാകത്തിന് കുറച്ച് ആൾക്കാരെ പിന്നെ കൊണ്ടുവന്ന് എടുത്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ മെയിൻ ജോലി. അപ്പോൾ ചിത്രയുടെ പ്രത്യേകത ഉണ്ടായിരുന്ന ചിത്രയുടെ ഈ സംസാര ശൈലി തന്നെയാണ്. ഞങ്ങളൊക്കെ നമുക്ക് ഭയങ്കര നാട്ടിൽ നിന്നായതുകൊണ്ട് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാനും പറ്റും. അതിനൊരു താളമൊക്കെ ഉണ്ട്, ഒരു റിതമൊക്കെ ഉള്ള സംസാര രീതിയിലാണ് ചിത്ര സംസാരിക്കുന്നത്. അപ്പോൾ ഒരു അംഗനവാടി ടീച്ചറാണ്. അപ്പോൾ ആ കുട്ടികളോട് സംസാരിക്കുന്ന രീതിയൊക്കെയാണ് നമ്മൾ ആദ്യം മറ്റേ ഓഡിഷനിൽ ചെയ്തത്. അപ്പോൾ അതിൽ തന്നെ ഒരു രസം ഉണ്ടായിരുന്നു. പിന്നെ ഒരു 3 ആൾക്കാരെയൊക്കെ നമ്മൾ ഫൈനൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നാണ് ചിത്രനെ സെലക്ട് ചെയ്തത്. ചിത്രയുടെ ഇപ്പോൾ ഈ കണ്ടിട്ട് ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഈ യുണീക്നെസ് തന്നെയാണ് നമ്മൾ സംസാര രീതിയാണ് ഞങ്ങൾ അന്ന് ആദ്യമായിട്ട് ശ്രദ്ധിച്ചത്. പിന്നെ ചിത്രം ഒരുപാട് എന്താ പ്രീ ഷൂട്ടിന് പെർഫോം ചെയ്ത ചിത്രമെല്ലാം ഷൂട്ടിന് വന്നപ്പോൾ ഒരുപാട് ബെറ്ററായി. പിന്നെ അത് കഴിഞ്ഞിട്ട് സുരേഷൻ സുമലതയിലേക്ക് വരുമ്പോഴും ചിത്രം പിന്നെയും ഒരുപാട് ബെറ്ററായി. അങ്ങനെ ചിത്രം അത് ഭയങ്കരമായിട്ട് കൺസിസ്റ്റൻ്റ് നന്നായിക്കൊണ്ടിരിക്കുന്ന ആക്ട്രസ്സാണ്. അതെ അതെ. ഗുരുനാഥൻ എന്നല്ല, അങ്ങനെയൊന്നും പറയാം. ഞാൻ നല്ലൊരു ഫ്രണ്ടാണ്, ഞാൻ സഹായിക്കുകയൊക്കെ ചെയ്യും. ഗുരുനാഥൻ രതീഷേട്ടനൊക്കെ പറയാം. ഗുരുനാഥൻ ചെറിയൊരു എന്റെ വായന ഇതെല്ലാം കേൾക്കാൻ വേണ്ടിട്ടല്ലേ ഇങ്ങനെ ചോദിക്കുന്നത്. പിന്നെ അത് ഗുരുനാഥൻ, ഇത് കുരുനാഥൻ. ഇതെല്ലാം വെറും ചള്ളി. പോയിക്കോട്ടെ, അവഴിക്ക് പോട്ടെ. ഒരു സ്വന്തം നാട്ടില് ഒരു ലൈബ്രറിയിൽ അല്ലെ, ഒരു അങ്ങനെയാണ് ഒരു ജീവിതം തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു. ഒരിക്കലും സിനിമ എന്നൊരു മോഹമല്ലായിരുന്നു, നാടകവും ഒക്കെ ആയിട്ട് നടന്ന കാലഘട്ടം. ഇപ്പോഴും എന്നും നാട്ടിൽ പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി, എന്നും ആ കൂട്ടുകാരോടൊപ്പം കൂടിയിരിക്കാനുള്ള ഇഷ്ടപ്പെടുന്ന വ്യക്തി. അതൊക്കെ എങ്ങനെയാണ് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഇപ്പോഴും എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാർ
പകുതി ആൾക്കാർ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അവർ അങ്ങനെ പ്രത്യേകിച്ച് ഞങ്ങൾ നാട്ടിലെത്തി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കും വേറെ ജോലിയൊന്നുമില്ല. ഞങ്ങളിങ്ങനെ നടക്കുക, എവിടെയെങ്കിലും ചെന്നിരിക്കുക, വർത്തമാനം പറയുക, നടക്കുക, ഇതൊക്കെ തന്നെയാണ് പരിപാടി. അപ്പോൾ ആ ആൾക്കാരൊക്കെ അങ്ങനെ തന്നെ ഉണ്ട് ഇപ്പോഴും. ഇനി മാറ്റമൊന്നുമില്ല. നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ പണ്ടിരുന്ന പോലെ തന്നെ ഇപ്പോഴും ഇരിക്കുന്നത്. വലിയ ചെറുതായിട്ട് ഇപ്പം എനിക്ക് കുറച്ച് തിരക്ക് ഉണ്ട് എന്നുള്ളൊരു കൺസിഡറേഷൻ അവർ തരും. അതല്ലാതെ വേറെ പരിപാടികളൊന്നുമില്ല. ഇറങ്ങി തിരിച്ചപ്പോൾ തിരിച്ചൊരു നടനാകണം എന്നൊരു മോഹമൊന്നും ഇല്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. നടനാവണം തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും ആകണം എന്നൊരു ചിന്താഗതി ഇല്ലായിരുന്നു. അത് ഈ പിന്നെ വീട്ടിലങ്ങനെ മറ്റേ പ്രത്യേകിച്ചും നീ പോയിക്കോടാ രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞിട്ട് വിട്ടതല്ല, നമ്മൾ ഇറങ്ങിയതാണ്. അപ്പം വീട്ടുകാർ അത്ര സേഫ് അല്ലായിരുന്നു. മറ്റേ കൂലിപ്പണിയൊക്കെയാണ് അച്ഛന്. അപ്പോൾ അത്ര സേഫ് ഒരു സ്ഥലത്തു നിന്നല്ല വരുന്നത്. ഇത് ഈ സ്ട്രഗിളൊക്കെ ചെയ്യാൻ വേണ്ടി ആണ് ഇറങ്ങുന്നത് എന്നുള്ളത് നമുക്ക് ധാരണ ഉണ്ട്. പിന്നെ മുമ്പ് നാട്ടിൽ നിന്ന് പോയിരുന്ന മുൻമാതൃകകളും അത്ര സേഫ് ആയിരുന്നില്ല. എല്ലാവരും പിന്നെ കഷ്ടപ്പാടും പരിപാടികളൊക്കെ ആയിരുന്നു. തിരിച്ചു വന്നവരുണ്ട്. അപ്പോൾ എനിക്ക് ആകെ വളരെ കുറച്ച് ആൾക്കാരെ എനിക്കറിയാവുന്ന നാട്ടിലൊക്കെ ഉള്ള ആൾക്കാർ സിനിമയും ആഗ്രഹിച്ചിട്ട് പോയിട്ടുള്ളൂ അതിന് മുമ്പ്. അപ്പം അങ്ങനെ ഒരു കഥയാവരുത് എന്നുള്ളത് ഉണ്ടായിരുന്നു. പിന്നെ നാട്ടിൽ കുഴപ്പമില്ലാത്തൊരു എന്താ അവറേജിന് മുകളിൽ പഠിക്കും. അപ്പോൾ നാട്ടിൽ വലിയ മോശം പേരൊന്നുമില്ല. അപ്പോൾ അച്ഛൻ എന്നെ കുറിച്ചിട്ട് ആ നാട്ടിലുള്ളതിൽ ഞാൻ കൊള്ളാവുന്നൊരു ചെക്കനാണെന്നുള്ളത് കൊണ്ട് അച്ഛൻ എന്നെ കുറിച്ച് പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ കുറേ കാലം ഒന്നും തിരിച്ചു വിളിക്കാതെയും ദുബായിക്ക് പോകാൻ പറയാതെയൊക്കെ കാസർഗോഡ് നിർത്തിയിരിക്കുന്നത്. അതിനൊരു ബുദ്ധിമുട്ടാവാതെ അവരെ നോക്കണം എന്നുണ്ടായിരുന്നു. അത് കുറേ കാലം കഷ്ടപ്പെടുത്തി. പക്ഷെ അവസാനം ഇപ്പോൾ ഒന്ന് സമാധാനത്തോടെ ഇരിക്കുന്നുണ്ട് അവർ. അവൻ കുറേ കാലം ടി വിയിലുണ്ടെന്നൊക്കെ പറഞ്ഞു. ടി വിയിലൊന്നും കണ്ടിട്ടൊന്നുമില്ല എന്നൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു ഒരു കാലഘട്ടം മൊത്തം. ഇപ്പോൾ ഒന്ന് സമാധാനമായിട്ടിരിക്കുന്നത്. അച്ഛൻ്റെ ഒരു ഇഷ്ടമാണല്ലോ നമ്മുടെ ഒരു മകൻ്റെ ഒരു വളർച്ച. ഏതച്ഛനും ഇഷ്ടപ്പെടുന്നതാണല്ലോ. അപ്പോൾ ഒരു സിനിമയിൽ എത്തിയില്ലായിരുന്നെങ്കിൽ എന്താകുമെന്ന് പിന്നീട് ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് വേണ്ട അവസരം കിട്ടിയില്ല എന്താകുമായിരുന്നു ചിന്തിച്ചിരുന്നോ? ഇല്ല, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഇനിയെന്ന് പറഞ്ഞ പോലെ അതിപ്പോൾ എളുപ്പത്തിൽ കിട്ടുന്നതായതുകൊണ്ട് ഗവർണർ എന്ന് പറഞ്ഞു. അത് സിനിമയിൽ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ആക്ച്വലി ഞാൻ വിഷ്വൽ മീഡിയ ആണ് പഠിച്ചത്. അപ്പോൾ ഞാൻ TV ജേർണലിസം നോക്കി. അപ്പോൾ എനിക്ക് പറ്റുന്ന പണിയല്ലാന്ന് തോന്നി. പ്രിൻ്റ് മീഡിയയിലേക്ക് പോയി. കുറച്ച് എഴുത്തും പരിപാടികളൊക്കെ ഇങ്ങനെ ജേർണലിസം കഴിഞ്ഞ PG അമൃത ഇവിടെ കൊച്ചി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് കാലം ജോലി ചെയ്തു. അപ്പം ഞാൻ ഈ ഉദ്ദേശിക്കുന്ന അത്ര സ്പീഡൊന്നും എനിക്കില്ല ഈ എഴുത്തിനായി കഴിഞ്ഞാലും ഇതൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞാൻ പ്രിന്റ് മീഡിയയിൽ ജേർണലിസ്റ്റ് ഇഷ്ടം. അതെ ചാനലിലാണ് വർക്ക് ചെയ്ത് തുടങ്ങിയത്. പക്ഷേ കുറച്ചും കൂടി കംഫർട്ടബിൾ പ്രിന്റ് മീഡിയ സെലക്ട് ചെയ്യാൻ എന്താ കാരണം? ഒന്നുമില്ല, എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ്. എഴുത്തത്ര ഫാസ്റ്റായിട്ട് വരില്ല എന്നുണ്ടെങ്കിലും എഴുതാൻ ഇഷ്ടമാണ്. ഒരു കാര്യത്തിനെ കുറിച്ച് ആലോചിച്ചിരുന്ന് എഴുതാൻ. അതുകൊണ്ട് പ്രിന്റ് മീഡിയ. അത് ന്യൂസിലല്ലായിരുന്നു, ഞാൻ ഫീച്ചേഴ്സ് ഒക്കെ ചെയ്യണമെന്നായിരുന്നു വിചാരിച്ചത്. ഒരു മാഗസിനിലാണ് വർക്ക് ചെയ്തുകൊണ്ടായിരുന്നത്. അല്ല, അത്ര ആ പരിപാടി അത് ന്യൂസിൽ TV ജോലി ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ ന്യൂസ് പ്രൊഡക്ഷനിലായിരുന്നു ഞാൻ. അപ്പോൾ ന്യൂസിന് കുറച്ച് സമയം ഞാൻ റിപ്പോർട്ട് ചെയ്യാനൊക്കെ പോയി ന്യൂസ്. അന്ന് മനസ്സിലായി ഇത് എന്നെ കൊണ്ട് പറ്റിയ പണിയല്ല. ആദ്യം റിപ്പോർട്ട് ചെയ്തത് ആദ്യം ഒരു മരണമാണ്. ഒരു കൊലപാതകം ഉണ്ടായിരുന്നു അവിടെ വെണ്ണല ഏതോ പരിസരത്ത്. ഏഷ്യാനെറ്റ് ന്യൂസിൽ ഉണ്ടാകുമ്പോഴാണ്. 2012-13 ആ സമയം. അപ്പോൾ മനസ്സിലായി. അത് റിപ്പോർട്ട് ചെയ്യാൻ കൊച്ചിയിലെ ഡെസ്കിൽ അല്ലേ? അന്ന് നമ്മളെ ബുദ്ധിമുട്ടി. അന്ന് ഞാൻ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിനു മുമ്പ് ഈ പ്രസ് മീറ്റിലൊക്കെ ചെന്നിരിക്കും എന്നല്ലാണ്ട് വേറെ പണികളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പ്രോഗ്രാംസിലുണ്ടായിരുന്നു. ഇപ്പോൾ ആൾക്കാർ ഉണ്ടാവാതിരിക്കുമ്പോൾ എന്നെയും കൂടി അയക്കും റിപ്പോർട്ടിങ്ങിന്, പണി പഠിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പോയതാ. ഈ പോകുമ്പോൾ ഈ ക്യാമറയും പിടിച്ചിട്ടുള്ള തള്ളലും നമ്മളതിൻ്റെ ഇടയിൽ നിന്നിട്ടുള്ള പരിപാടികളും പിന്നെ ഈ
ആ സിറ്റുവേഷനിലൊക്കെ നിൽക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് മനക്കരുത്തും പരിപാടികളൊക്കെ വേണ്ടേ. മരണ വീട്ടിലാണ് നിൽക്കുന്നത്, അപ്പോൾ ആൾക്കാരോട് നമുക്ക് ചോദിക്കാനുള്ളത് ചോദിക്കണം. ആ സിറ്റുവേഷനിലൊക്കെ നമുക്ക് വേണ്ടത് ന്യൂസ് എടുക്കണം, നമുക്ക് ഇതാണല്ലോ പ്രധാനം. അതിൻ്റെ ഒരു മാനസികാവസ്ഥയായിട്ട് പൊരുത്തപ്പെടാൻ പറ്റിയില്ല എനിക്ക്. പെട്ടെന്ന് തന്നെ തീരുമാനമായി ഉണ്ടായിരുന്നു, പിന്നെ പെട്ടെന്ന് ചാടി. അവിടുത്തെ ചാടി അല്ലേ? ആ ഒരു റിപ്പോർട്ടിംഗ് ആണ്. പക്ഷെ ഒരു കല്യാണ റിപ്പോർട്ടിംഗ് വേണമെങ്കിൽ പിന്നെ നേരെന്ന് എനിക്ക് തോന്നുന്നു. അതായത് അങ്ങനത്തെ ഒന്നും അപ്പോൾ ഒരു വലിയ നല്ലൊരു കല്യാണമൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. റിപ്പോർട്ട് ഇപ്പൊ പറഞ്ഞ പോലെ സീരിയസ് ഉണ്ട്. മരണ വീട്ടിൽ റിപ്പോർട്ടറായിട്ട് പോകുന്ന ഒരു വലിയ മാനസികാവസ്ഥയാണ് അല്ലേ, നിങ്ങൾക്ക് അറിയാലോ. ഈ പറയുന്ന പോലെ ഡെസ്കിൽ നിന്ന് വിളി വരും, ആ മരിച്ചു കിടക്കുന്ന അച്ഛന്റെ ബൈറ്റ് വരെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഡെസ്കിൽ നിന്ന് വിളിച്ചു പറയും. എടുത്തില്ലെങ്കിൽ തിരിച്ചു പോകുമ്പോൾ അവിടെ പറയും അതാണ് അവർക്ക് കിട്ടി നമുക്ക് കിട്ടണം. അപ്പൊ ഇടിച്ചു കയറണം. അവിടെ മരണ വീട് നിന്നും ഒന്നും നോക്കുന്നില്ല. അങ്ങനെ എത്രയോ വാർത്തകൾ വരുന്നു, എത്രയോ ട്രോളുകൾ വന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ അതുകൊണ്ട് പ്രിന്റ് മീഡിയ പോയി സേഫായി. അതും പറ്റില്ല എന്ന് മനസ്സിലായി. പിന്നീട് സിനിമ ലക്ഷ്യത്തോടു കൂടി യാത്ര തുടങ്ങും. ഒത്തിരി നാളെ യാത്ര ചെയ്തു. കുറച്ച് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ഒരു കാലഘട്ടം, ഇതിനെ സിനിമയിലേക്ക് കയറാൻ വേണ്ടി ശ്രമിക്കുന്ന എല്ലാവരുടെയും പോലെ കഷ്ടപ്പാട് കാലഘട്ടം ഉണ്ടായിരുന്നു. വേണ്ടത്ര റോളുകൾ കിട്ടിയില്ല എന്ന് ഒരിക്കലും ഇല്ല. എനിക്ക് ഭയങ്കര കിടിലനായിട്ട് എൻ്റെ ആക്ടിങ് കരിയർ ഞാൻ വിചാരിക്കുന്നത് ഭയങ്കര നല്ലതാണെന്ന്. ഞാൻ ആഗ്രഹിച്ചതുപോലെ നല്ല സിനിമകളാണ് കിട്ടിയത്. ഞാൻ ചെറിയ റോള് ചെയ്തിട്ടല്ലേ, മഹേഷിൻ്റെ പ്രതികാരത്തിൽ കുഞ്ഞു റോള് ചെയ്തിട്ടാണ് വന്നത്. അത് കഴിഞ്ഞിട്ട് ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ, മിന്നൽ മുരളി, പിന്നെ കനകങ്കാമിനി കലഹം, അങ്ങനെ ഇഷ്ടപ്പെടുന്ന പോലത്തെ ക്യാരക്ടേഴ്സാണ്. എനിക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള ക്യാരക്ടേഴ്സൊക്കെയാണ് കിട്ടിയത്. ഇതുവരെ അങ്ങനെ തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എനിക്കതിൽ ഒരു വിഷമമില്ല. ആസ് ആൻ ആക്ടർ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡാണ്. നമ്മൾ തൃപ്തനാണ്. ഞാൻ ആക്ടർ എന്നുള്ള രീതിയിൽ ഭയങ്കര തൃപ്തനാണ്. അതിന് ഒരു മാറ്റമില്ല. ഇല്ല. പക്ഷെ ഈ കഷ്ടപ്പാടുകളും ഈ യാത്രയും എല്ലാവർക്കും ഉണ്ട് സിനിമയിൽ കയറി പറ്റാൻ. സ്വാഭാവികമായിട്ടുണ്ടാവും. പക്ഷെ അതിലൊന്നും അത്രയും കഷ്ടപ്പെടാതാണ് നമ്മുടെ ചിത്ര വന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ചോദ്യം അങ്ങോട്ടല്ലേ ഇങ്ങനെ ലയിച്ചിരിക്കും. ചിത്ര ഒത്തിരി കഷ്ടപ്പെട്ടിട്ടല്ലോ. ചിത്ര 2 പടം കണ്ട് നായികയല്ലേ, ഒരു ഭാഗ്യമല്ലേ? ചിത്രന് നമ്മൾ ആദ്യത്തെ ഇതിന് തന്നെ വേണ്ടിയിട്ട് അവള് ഭയങ്കര മുടിയുണ്ടായിരുന്നു, നീളത്തിലുള്ള മുടിയൊക്കെ. ആ മുടിയൊക്കെ നമ്മൾ പകുതിക്ക് കട്ട് ചെയ്യിപ്പിച്ചിരുന്നു. പകുതിക്കുന്നല്ല, കുറച്ച് മുകളിൽ കട്ട് ചെയ്ത്. കണ്ട ആ കഷ്ടപ്പാടൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ മുടി കെട്ടിയത് വലിയ കഷ്ടപ്പാടൊന്നുമല്ലോ. അല്ല അല്ല അല്ല, പകുതിക്ക് പറഞ്ഞോണ്ട് അതിന് മുകളിലേക്ക് കട്ട് ചെയ്തു. ക്യാരക്ടറിന് വേണ്ടിയല്ലേ? അതെ. അല്ലേ? പക്ഷെ ഇവരുടെ കഷ്ടപ്പാടൊന്നും ചിത്രയ്ക്ക് ഇല്ല ഇല്ല ഇല്ല. അല്ല, എനിക്ക് അങ്ങനെ ഡയറക്ടർ ആണെന്ന് ആഗ്രഹം ഉണ്ടായിട്ടല്ലോ. അഭിനയിക്കണമെന്ന് എഴുത്ത് വായനന്ന് അറിയില്ലല്ലോ. അപ്പൊ അത് വേറെ കഷ്ടപ്പാടാ. ഇതാണ് ചിത്രകളെ ഞങ്ങൾ സെലക്ട് ചെയ്യാനും കാരണം. ഇത് തന്നെയാണ്. അതാണ് കറക്റ്റ്. അപ്പൊ മറുപടി വരും ചിത്രയ്ക്ക്. പറയുന്ന പോലെ ഇരിക്കുന്ന പോലെ ഒന്നുമല്ല. അത് ധാരധാരയായിട്ട് വരും. അതിപ്പോ വരുന്നത് തെറ്റോ ശരിയോന്ന് പോലും അറിയില്ല. തെറ്റ് പറഞ്ഞിട്ടേ ഇല്ല ചിത്ര ഇതുവരെ. ഇല്ല അല്ലേ? അറിയില്ല. ഈ ജീവിതം നമുക്ക് പല രീതിക്ക് ആസ്വദിക്കാം അല്ലെ? പല രീതിക്ക് ആസ്വദിക്കാം. നമുക്ക് പല ഫ്രണ്ട്സിൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ ആസ്വദിക്കാം, സിനിമയിൽ ആസ്വദിക്കാം. ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന എന്തായിരിക്കും ജീവിതത്തിൽ? നമ്മുടെ ജീവിതം, ചിത്രയുടെ ജീവിതം. ഭക്ഷണം കഴിക്കുമോ? അത് ശരിയുണ്ട്. ഡയറ്റിലായിരുന്നു ഈ പടം. അല്ല, രതീഷേട്ടൻ എന്നോട് ഈ പടം തുടങ്ങുമ്പോ എന്നോട് പറഞ്ഞു ഡയറ്റ് ചെയ്ത് കുറച്ച് മെലിയണം എന്ന് പറഞ്ഞു. ഏകദേശം 110, 101ാമത്തെ ദിവസം, 2ാമത്തെ ദിവസം ഏകദേശം 110ാമത്തെ ദിവസം ആവുമ്പോ 1 കിലോമീറ്റർ കുറഞ്ഞു എന്നുള്ളതാണ് കണക്ക്. ആ സമയത്താണ് ഷൂട്ട് കഴിയാറാകുമ്പോൾ നമ്മളൊന്ന് അല്ലേ? നമുക്ക് അതൊക്കെ വലിയ പാടല്ലേ? ഭയങ്കര ഭീഷണിയായിരുന്നു. അല്ല, സത്യത്തില് ഈ മുമ്പത്തെ പോലെ വീട്ടിൽ നിന്ന് ജിമ്മിനൊന്നും നല്ല സൗകര്യമൊന്നും ഇല്ല. അത് മെയിൻ. അല്ലെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് മെലിഞ്ഞേനെ. കഷ്ടപ്പെടാൻ സൗകര്യമില്ല. അല്ലെങ്കിൽ ഒരു 1.5 മെലിച്ചലായിട്ട് വരുള്ളൂ. അപ്പൊ ക്യാരക്ടർ തന്നെ ചിലപ്പോ പോയാലേ.
ശരി അപ്പൊ അത്രയൊന്നും വലുതാണെന്നും പറഞ്ഞില്ല. ശരി അത്രയും അപ്പൊ വലുതാണെന്നും പറഞ്ഞില്ല. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അതിലേക്ക് പോകുമ്പോൾ എന്തോ പ്രശ്നമുണ്ടല്ലോ. അല്ല, എനിക്ക് മധുരം ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വൈകുന്നേരം വരെ ഡയറ്റ് ചെയ്ത് വൈകുന്നേരം ആകുമ്പോൾ മധുരം ഇട്ട് എന്തെങ്കിലും എല്ലാം കഴിക്കും. അങ്ങനെ എൻ്റെ ഡയറ്റ് അന്ന് കംപ്ലീറ്റ് ആവും. അല്ലേ? അങ്ങനെ ഈ നമ്മുടെ ഈ കാസർഗോഡ് സ്ലാങ് ഉണ്ടല്ലോ, അത് ഗുണമല്ല ഇപ്പൊ സിനിമയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതോ? അല്ല, ഇപ്പൊ ഞാൻ ചെയ്ത സിനിമയിൽ എനിക്ക് അല്ല അങ്ങനെയാണ്. അപ്പം ഇപ്പോഴും ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ അതിൽ നിന്നും മാറുന്നില്ല ചിത്രയ്ക്ക് അത് വരുന്നുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ അതൊക്കെ മാറ്റം വേണ്ട. അപ്പൊ അതൊരു പിന്നീട് സിനിമയ്ക്ക് നമ്മൾ വേറെ കഥാപാത്രം കിട്ടുമ്പോൾ അത് എങ്ങനെയാണെന്ന് പോലെ ചിന്തിച്ചിട്ടുണ്ട്? ഇല്ല, ഞാൻ മാറ്റിയെടുക്കാൻ ശ്രമിക്കും. ഇപ്പോൾ കുറച്ച് ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞ സമയത്ത് ബാക്കിയുള്ളവർ പറഞ്ഞ ചിത്രക്ക് കാസർഗോഡ് വരുന്നില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. പക്ഷെ എനിക്ക് കൂടുതലായിട്ട് തോന്നുന്നുണ്ട്, ചിലപ്പോൾ പേടിച്ച് ആറ്റിറ്റ്യൂഡ് ഇടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കാസർഗോഡ് വന്നിരിക്കും. നിങ്ങൾ ഇങ്ങനെയുള്ള ചോദ്യമല്ലേ? എനിക്ക് മനസ്സിലായ പരിപാടി പിടിച്ചോണ്ടിരിക്കണല്ലോ. പക്ഷെ എനിക്ക് കാസർഗോഡ് ഭയങ്കര ഇഷ്ടമാണ്. അതെ, എനിക്കും ഇഷ്ടമാണ്. കാസർഗോഡ് കേൾക്കുന്നത് ഭയങ്കര രസമാണ്. കഴിഞ്ഞ ബാക്കിയുള്ള സമയത്തുള്ള ഭയങ്കരമായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷയാണ് ഈ ഭാഷ. ഈ സ്ലാങ്ങിലാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് കൈവിട്ടുപോയി. കൈവിട്ടുപോയോ? അങ്ങനെ കൈവിട്ടിട്ടൊന്നുമില്ല. എന്തായാലും നല്ല സിനിമയാണ് ഈ സിനിമ. ഇപ്പൊ ഇറങ്ങുന്ന ഇപ്പോഴത്തെ കാലഘട്ടം നമുക്ക് സിനിമയ്ക്ക് നല്ല കാലമാണ് അല്ലെ? സിനിമ നേരെന്ന സിനിമയിലൂടെ തുടങ്ങിയ ഒരു യാത്ര ഇപ്പോഴും തുടരുകയാണ്. നല്ല നല്ല സിനിമകൾ അതിന്റെ ഗണത്തിൽപ്പെടാവുന്ന ഒരു സിനിമ. നേരത്തെ പറഞ്ഞ നിങ്ങളാണ് ചെറുതാണെന്നല്ല, ഏറ്റവും വലിയ സിനിമ വലിപ്പത്തിലെടുത്ത സിനിമയാണ്. അത്രയും ആർട്ടിസ്റ്റുകൾ അഭിനയിച്ച സിനിമയാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ ഒരു പ്രതീക്ഷ കൂടുതലാണ്. നമ്മളിപ്പം വെറുതെ ഇരുന്ന് തള്ളിയിട്ടൊന്നും ഒരു കാര്യമില്ല. അങ്ങനെ തള്ളേണ്ട ഒരു സിനിമയല്ല, പ്രേക്ഷകർ കണ്ടാണ് ഇനി തള്ളേണ്ടത് അല്ലെ? അങ്ങനെ ഒരു വിശ്വാസമാണ് സിനിമയ്ക്കുള്ളത്. പക്ഷെ രതീഷിന്റെ സ്ക്രിപ്റ്റുകൾ ചർച്ച ചെയ്യപ്പെടും. അത് പിന്നീട് വലിയ രീതിയിൽ വാർത്താ പ്രാധാന്യം, അങ്ങനെ എന്തെങ്കിലും എലമെന്റ്സിനകത്ത് കിടപ്പുണ്ടോ എന്ന് സൂചിപ്പിക്കാനെങ്കിലും പറ്റും? അങ്ങനെ എന്തെങ്കിലും ഒളിഞ്ഞ് കിടപ്പുണ്ടോ? ഇതിപ്പോ നമ്മള് കഴിഞ്ഞ എന്നാത്താം കേസോട് ഇറങ്ങുമ്പോഴും അതിന് ഇങ്ങനൊരു വാർത്താ പ്രാധാന്യം നമ്മൾ പ്രതീക്ഷ ഉണ്ടായിരുന്നു. അത് തലേ ദിവസം ഉണ്ടായിരുന്നതാണ്. അത് പെട്ടെന്ന് ഉണ്ടായി വന്നു. പിന്നെ അത് ഭയങ്കര വൈറലായി. അങ്ങനെ തന്നെ ഇതിലും എന്താ രതീഷേട്ടൻ്റെ സിനിമകളുടെ ആയിട്ടുള്ള എല്ലാ പ്രത്യേകതകളും ഇതിലുണ്ട്. പക്ഷെ ഇതങ്ങനെ ആൾക്കാരങ്ങനെ വാർത്താ പ്രാധാന്യത്തിലേക്ക് എത്തിക്കുന്ന വിഷയങ്ങളുണ്ടോ എന്നുള്ളത് ഇപ്പോൾ പറയാൻ പറ്റില്ല. സിനിമ ഉണ്ടാവാം, ഉണ്ടാകാം. അത് തന്നെ അവിടെ തന്നെ ഒരു ചോദ്യചിഹ്നം ഉണ്ടാകാം, അല്ലെ? ഉണ്ടാകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എങ്കിലും നമുക്കൊക്കെ ഒരു ഈ സിനിമയൊന്ന് വീണ്ടും വീണ്ടും കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ഈ പ്രണയത്തിൽ എന്തെങ്കിലും ഉണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളെ പ്രണയത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാം അല്ലെ? ഇനി ആ രീതിക്കുള്ള പ്രണയങ്ങളായിരിക്കും കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത് വേണമെങ്കിൽ പറയാം. അങ്ങനെയൊക്കെ പറയാൻ പറ്റുമെന്ന് അറിയില്ല. നിങ്ങളുടെ ടൈപ്പ് പ്രണയങ്ങൾ ഞങ്ങളുടെ ഇല്ല. ഇത് സുരേഷിന്റെയും സുമലതയുടെയും പ്രേമാണ്. അത് കോപ്പി അടിക്കാനായിരുന്നു. അത് അനുകരിക്കരുത്, അപകടകരമാണ്. വീട്ടിൽ വെച്ച് ആരും അനുകരിക്കരുത്. അത്രയും ബുദ്ധിമുട്ടാ പ്രണയം. ആരും അനുകരിക്കാൻ ശ്രമിക്കരുത്. അതൊരു സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ് ആയിട്ട് ഇതുപോലെ ആരും പ്രേമിക്കരുത്. ഓക്കെ, പാട്ട് സൂപ്പർ ഹിറ്റ്. എല്ലാം നമ്മുടെ ഇറങ്ങിയതെല്ലാം ട്രെയിലറും പാട്ടൊക്കെ സൂപ്പർ. ആ പാട്ട് ഇനിയുണ്ട്, നല്ല പാട്ടുകൾ ഇനിയും ഇറങ്ങാറുണ്ട്. നമുക്ക് ഇറങ്ങിയ ആ പാട്ടിന്റെ 2 ലൈൻ ഒന്ന് പാടി അവസാനിപ്പിക്കാം. പിന്നെ പാട്ട് പാടാനോ? ഞങ്ങൾ രണ്ടാളും മറ്റേ അല്ല, അത് പാടും. 2 ലൈൻ ഈ പാട്ട് എപ്പോഴും പാടിക്കൊണ്ടിരുന്നു. ഞാൻ വരെ പാടും. ഏത് പാട്ട്? കുറേ പാട്ടില്ലേ നമ്മൾ ആയിരങ്ങണമായ എനിക്ക് ഈ സിനിമയിലെ പാട്ട് ഏത്? ചൂണ്ടലാണ് ചൂണ്ടലാണ് നിന്റെ കണ്ണേറ്. മ്യൂസിക്കും ഉണ്ടല്ലേ? അത് മ്യൂസിക്കും ഉണ്ട്. നമുക്ക് അതും കൂടി കുറച്ച് ഡാൻസ് ഒക്കെ കളിച്ചിട്ടുള്ളത്. പ്രേമമുള്ള അയ്യോ, ലിറിക്സ് ഓർമ്മയുണ്ട്. ചൂണ്ടലാണ് നിന്റെ കണ്ണേറ്, ആന്തലാണ് ആന്തലാണ് അന്തമില്ലാണ്ട്. ലിറിക്സ് ഓർമ്മയില്ല. അത് മറന്നു പോകുന്നോണ്ടല്ലേ? ബാക്കി എല്ലാവരും സിനിമയിൽ കാണാം. സിനിമയിൽ നല്ല നല്ല പാട്ടുകളുണ്ട്, സൂപ്പർ ഹിറ്റ് പാട്ടുകളുണ്ട്. ഈ പാട്ട് എല്ലാവരും പാടി നടക്കുന്ന ഒരു കാലമാണ്. അത് ഇറങ്ങിയ തൊട്ടിട്ട് പാടി നടക്കുന്ന പാടാണ്. ഒന്ന് പ്രേക്ഷകരൊന്ന് തിയേറ്ററിലേക്ക് നമ്മുടെ മറ്റേ കാസർഗോഡ് സ്റ്റൈൽ ഒന്ന് വിളിച്ചേ. അയ്യോ, രണ്ടുപേരും കാസർഗോഡ് സ്റ്റൈലിൽ വിളിക്കാം. അപ്പോ എന്താ പറയണ്ടേ, ഞങ്ങളെ സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ ഇങ്ങനെ പൂത്തുലയാൻ പോകുന്നുണ്ട് May 16. അപ്പൊ എല്ലാരും തിയേറ്ററിൽ വന്നിട്ട് വരണം, എന്തായിട്ടും വരണം.
കാണണം. കണ്ടിട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പറയണം ഞങ്ങളോട്. പറഞ്ഞപ്പാട് രാശിട്ട് അത് ബ്ലോക്ക് ചെയ്ത് വെച്ചോളൂ. നേരത്തെ തന്നെ പറഞ്ഞ പോലെ. അപ്പൊ എല്ലാരും കാണണം, വന്നിട്ട് കാണണം. അതെ, അപ്പോൾ മറക്കണ്ട, മെയ് 16-ന്. മെയ് 16-നാണ് ഡേറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. ഡേറ്റിൻ്റെ കാരണം മാറാം, ചിലപ്പോൾ അഡ്വാൻസ് വരാം, ചിലപ്പോൾ അങ്ങോട്ട് മാറാം. ഡേറ്റിൻ്റെ കാര്യമൊക്കെ അങ്ങനെയാണ്. പക്ഷെ എന്തായാലും സിനിമ മെയ് മാസത്തിലുണ്ട്. മറക്കണ്ട, സിനിമ കുടുംബസമേതം അല്ലെ, കുടുംബമായിട്ട് കാണാൻ പറ്റിയ ഒരു സിനിമ. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നമ്മൾ കാണുന്നത്. പ്രണയമാണെങ്കിലും കുടുംബം, എല്ലാവർക്കും അച്ഛനും അമ്മയ്ക്കും ഒക്കെ പ്രണയമുണ്ട്. എല്ലാ പ്രായത്തിലുള്ളവർക്കും കാണാൻ പല രീതിയിലുള്ള പ്രണയം. അപ്പോൾ ആ രീതിക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു സിനിമ. അഭിപ്രായങ്ങൾ കൃത്യമായി നിങ്ങൾ അറിയിക്കുക. ബ്ലോക്ക് ചെയ്യില്ല, ചുമ്മാ ബ്ലോക്ക് ചെയ്യുന്ന ബ്ലോക്ക് ചെയ്യാതെ കൃത്യമായിട്ട് സൂപ്പർ ഹിറ്റാണ് സിനിമ. താങ്ക് യു. സിനിമയുടെ 100-ാം ദിവസമൊക്കെ ആഘോഷങ്ങളുടെ ഭാഗ്യം ദൈവം നമുക്ക് തരട്ടെ. Thank you. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഡിജിറ്റൽ കാര്യങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ഗോ വിത്ത് ദി എക്സ്പെർട്സ്. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പെർട്ട്.